ഗെയിംസ് കളിക്കാം. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത് അമ്മച്ചി ഒന്ന് നിൽക്കണേ. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് മാർഗങ്ങൾ. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സെറ്റായത്. പുണ്യാളന്റെ പെരുന്നാളിന് അമ്മിട്ട് കൂട്ടുന്ന പോലെയല്ലേ 10-18 കൊല്ലങ്ങ് പോയത്. ഓർക്കാനൊക്കെ രസമുണ്ട്. മുത്തുക്കുടമാനം പന്തലൊരുക്കിയില്ലേ, മോഹപ്പെരുന്നാളായി ആരും കാണാതിന്നെന്റെ നെഞ്ചില്. മുത്തുക്കുടമാനം പന്തലൊരുക്കിയില്ലേ, മോഹപ്പെരുന്നാളായി ആരും കാണാതിന്നെന്റെ നെഞ്ചില്. അത്തിപ്പഴം പോലെ ഇത്തിരി തേൻ മധുരം കത്തിക്കളിക്കണുണ്ടേ, ആരും കാണാതിന്നെന്റെ ചുണ്ടില്. മഴനീർ ചാറിയ വഴിയോരം നിറവാർന്നോർമകൾ മറനീക്കി മിണ്ടിയിരുന്ന കാലം മെല്ലെ അടുത്തു വന്നു. മുത്തുക്കുടമാനം പൊട്ടി വിരിഞ്ഞില്ലേ, മോഹപ്പെരുന്നാളായി ആരും കാണാതിന്നെന്റെ നെഞ്ചില്. ചേലഞ്ചും മുറ്റത്തെ ചെറുപൂവാടി ഇരുനിലാശലഭമായി മാറുന്നു നാം. താരമ്പത്താരത്തെ കണ്ണൂരും കനവാഴങ്ങളിൽ കനകമീൻ ചിറകുമായി നീന്തുന്നു ഞാൻ. നിഴലാർന്നൊരൻ ഇടനാഴിയിൽ ഒരു നാളും മായാത്ത തിരിയായി നീ. മാണിക്കക്കല്ലിന്റെ മുക്കുത്തിച്ചൂടുന്നൊരു പൂവാലി പ്രാവിന്റെ കണ്ണിൽ കനവെഴുതിയിടും കാറ്റിന്റെ പൊൻവീലി തുമ്പത്തൊരു വിരുതായിട്ടാവോളം മിന്നീടും മാർമിന്നൽ ചേലഞ്ചിയ ഉണ്ണിക്കൂടം പോലെ മഞ്ഞിൻ കൂടം പെയ്തു നിൻ സ്നേഹം. ഞാനെത്തും നേരത്ത് വാതിക്കൽ നറുമിഴിയോടെ നീ പുലരിതൻ ഇളവയിൽ ചിരിയേകുമേ. കാണുമ്പോ കണ്ടുണ്ട് മിണ്ടുമ്പം സ്വയമറിയാതെ ഇലകളിൽ ഹിമകണം തൂകുന്നു നീ. മണമാർന്നൊരൻ കടലാസിലായി മനമാദ്യമെഴുതിയ വരിയാണു നീ. മാണിക്കക്കല്ലിന്റെ മുക്കുത്തിച്ചൂടുന്നൊരു പൂവാലി പ്രാവിന്റെ കണ്ണിൽ കനവെഴുതിയിടും കാറ്റിന്റെ പൊൻപീലി തുമ്പത്തൊരു വിരുതായിട്ടാവോളം മിന്നീടും മാർമിന്നൽ ചേലഞ്ചിയ കണ്ണിക്കൂടം പോലെ മഞ്ഞിൻ കൂടം പെയ്തു നിൻ സ്നേഹം. മുത്തുക്കുടമാനം പന്തലൊരുക്കിയില്ലേ, മോഹപ്പെരുന്നാളായി ആരും കാണാതിന്നെന്റെ നെഞ്ചില്. അത്തിപ്പഴം പോലെ ഇത്തിരി തേൻ മധുരം കത്തിക്കളിക്കണുണ്ട്, ആരും കാണാതിന്നെന്റെ ചുണ്ടില്. മഴനീർ ചാറിയ വഴിയോരം നിറവാർന്നോർമ
കാലം മെല്ലെ അടുത്തു വന്നു. ഒരുപാട് സന്തോഷം. ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിനായിട്ട് മനോജേട്ടനെ ഒരു പാട്ട് പാടാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു.
വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ മോള് ഹെസ്ലിൻ എന്നാണ് പേര്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് ഷിജോനാണ്. ഞാൻ ഗ്രേജ് വർക്ക് ചെയ്യുന്നു. നാട്ടിലെവിടെയെന്ന് പറഞ്ഞാൽ? നാട്ടില് ഞാൻ തിരുവല്ല, ഹസ്ബൻഡ് പാല. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഇവിടെ വന്ന മുമ്പ് ഞാൻ ഹൈദരാബാദില്. ഹൈദരാബാദ് എവിടെയാണ്? സെക്കൻഡ് എനിക്ക് വേറെ 2 കുട്ടികളുണ്ട്. ഇതിൽ ഇളയ കുട്ടികളാണ്. മറ്റേ രണ്ടുപേരേട്ടോ കുട്ടികളല്ല, കുട്ടി 2 കുട്ടികൾ വേറെ ഉണ്ട്. ഇതിന് താഴെയുള്ളവരാണ്. 5-6 വയസ്സാണ്. അതൊക്കെ വീട്ടിൽ തന്നെയാണ്. മൂത്തൊരു 24 വയസ്സായി. കല്യാണം അന്വേഷിക്കാനൊക്കെ പ്രായം. ജോലിയുടെ ഓർമ്മയുണ്ടല്ലേ. രണ്ടാമത്തെ ഇത് ഒന്നുമില്ല, സംശയമൊന്നുമില്ല. ചോദിക്കണ്ട. നാട്ടിലെ എറണാകുളം ജില്ലയിൽ ആരും ഞങ്ങൾ ന്യൂബിളോട് മാറിയിട്ട് ഇപ്പം ഏകദേശം 1 കൊല്ലമായി. ഞങ്ങൾ ഇതിനു മുന്നേ ഞാൻ കാസിഫിൽ, അതിന് മുന്നേ ഓഫീസ് ഫ്രീ എന്നൊരു സ്ഥലത്തായിരുന്നു. അതിന് മുന്നേ പ്രവർത്തിക്കാനുണ്ട്. ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഞാൻ വർക്ക് ഫ്രം ഹോമാണ്. ഞാൻ ഹീത്ത് ഹോസ്പിറ്റലിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഏതാ സ്ട്രീറ്റ്? എവിടെ താമസിക്കുന്ന? നൂപ്പട്ടിൽ, ഡഫറിൽ, അവിടെ തന്നെ. കായികമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടോ? പാട്ട് പാടാനല്ലോ. അത് പഠിക്കോ ആവശ്യം. നല്ല അവസരമാണ്. അല്ല 2 ലൈൻ പഠിയാൽ മതി. 2 ലൈൻ പഠിക്കോ. നമുക്ക് നല്ല ഇതാണ്. ചാൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പഠിക്കോ. ആ വേഗം പഠിക്കോ. ഞാൻ ആദർശ്. ഞാൻ 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഡെഫറില് ജോയിച്ചേൻ്റെ നാട്ടിൽ കോട്ടയം കുമരകം 2 പേര് വന്നിട്ട് അടുത്തടുത്താണ്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ ഇപ്പം 3 ഇയർ 3 വർഷമായില്ല. ഇതുവരെ എല്ലാം കഴിവുകൾ പാട്ട് പാടാനാ, ഡാൻസ് കളിക്കാനാ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? ആദർശ് പാടുമല്ലോ. 2 പാട്ട് വയ്ക്കേ. ആ മണിച്ചേട്ടൻ്റെ പാട്ട് പാടി വയ്ക്കേ. പാട്ടൊക്കെ അറിയാം. 9 മാസമായിട്ടുള്ളൂ. ഞാൻ സെന്റ് മൂളസിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജോജി. ഞാൻ ആർബ്രൂച്ച് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്താൾ ജോലി ചെയ്യുന്നു. 2 പേര് പഠിക്കുന്നു. അവർ വന്നിട്ടില്ല. അത് കുഴപ്പമില്ല, പഠിക്കോ. എൻ്റെ പേര് രാജേഷ്. ഒരു മോളുണ്ട്. മോള് വന്നിട്ടില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡബ്രിനിൽ വന്നിട്ട് UK വന്നിട്ട് 5 വർഷം ആവുന്നു. ഡബ്രിനിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞ് 4 വർഷം ആവുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഫ്രണ്ട്സ് എല്ലാവരും. എന്തെങ്കിലും ചോദിക്കാമോ? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പൊളിച്ചാണ്. കൈയടി അത് പറയിപ്പിക്കാനാണ്. ഓഡീഷന് പോയതാണ്. അത് എന്താ പറയുക, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓഡീഷന് പോയതാണ്. ഇവിടെ ചോദിച്ചത് അജീഷേ. ബിജു തോമസ്. ഞങ്ങൾ വൈക്കം ഡ്രൈവേഴ്സ്. അതായത് പാർക്ക് കഴിഞ്ഞിട്ട് തൊട്ട് ജോൺ ഫ്രോസ് സ്കൂളിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനും ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. 2 പേരും യൂണിയിലാണ്. നിന്നു റോയൽ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വിഷയിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലേക്ക് അടുത്തെത്തി. കോട്ടയത്തിനടുത്ത് അടുത്തെത്തി. നല്ല സ്ഥലം. ഇവിടെ പാട്ടുകാരന് പാടില്ലല്ലേ? പാട്ടറിയാൻ പാടില്ല. ഞാൻ മോട്ടിവേഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എൻ്റെ 2 മക്കള്. ഇത് ചെറുക്ക്, ഇത് ചെറുപ്പം. ഹസ്ബൻഡ് ജിൻസ് ഇവിടെ വന്നിട്ടില്ല. വരൂല്ലേ? ഇന്ന് വരാൻ ചേച്ചില്ല. സമയത്തില്ല. നാട്ടിൽ മോട്ടിവേഷൻ 2 പേരും മോട്ടിവേഷൻ. സിത്താര ചേച്ചിയുടെ ഹൈലോക്കാണ്. ഇവിടെ ഇപ്പോൾ ഡബിളിൽ വന്നിട്ട് ഒരു 8 മാസത്തോളായി. ന്യൂബഡി തന്നെയാണ്.
എൻ്റെ പേര് ഷാമ എന്നാണ്. ഞങ്ങളിവിടെ സ്കൂൾ അവനിൽ താമസിക്കുന്നു. പിന്നെന്താ പറയുക, എൻ്റെ ഒരു ഡയാലിസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ക്ലബ് പാർക്കിൽ. ഇവളുടെ പേര് ഇവിടെ പറയും. പാട്ട് അറിയത്തില്ല. പാട്ട് അല്ല മിമിക്രി അറിയാവില്ലേ? അല്ലേ അല്ല മിമിക്രി അറിയാലോ? മിമിക്രി അതിനൊക്കെ അറിയാലോ. സ്കൂൾ തലത്തിലോ കോളേജിലൊക്കെ എന്തോ പോയിട്ടുള്ളല്ലേ? കഥാപ്രസംഗം അറിയാല്ലേ? അന്ന് പറഞ്ഞു ഒരു കലാതിര. ഹസ്ബൻഡ് ജിനി വന്നിട്ടില്ല. ജിനി ടെസ്കോയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡയാലിസിസിന്റെ റിപ്പോർട്ടിൽ. പിന്നെ ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഒരാൾ യൂണിയിൽ, പിന്നെ 2 പേര് ഇവിടെ സെന്റ് ജോസഫ്. 2 ഉണ്ട് ഇവിടെ. അസൂപ്പി കുഴപ്പമില്ല, അവർക്കൊരു പാട്ട് പാടിയാൽ മതി. ഹസ്ബൻഡ് മൈക്കിൾ. ഞങ്ങളൊരു ഡഫിനിൽ ക്രിക്കറ്റ് ടീമിലാണ്. 3 മക്കളുണ്ട്. ഒരാരും വന്നിട്ടില്ല. വരും. അല്ല ഇവിടെ എവിടെ ഞാൻ ഡൊമിനോസ് വർക്ക് ചെയ്യുന്നു. ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഉണ്ട്. 2 പേരുണ്ട്. ഒരാൾ 2 പേര് യൂണിയിൽ പഠിക്കുന്നു. കണ്ട പ്രായം തോന്നിക്കില്ല കേട്ടോ. എന്തെല്ലാം കഴിവുകളുണ്ടോ? പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ? പാട്ട് പാടും, ഡാൻസ് കളിക്കും. പക്ഷേ ഒരു പാട്ട് ഞാൻ ആരോഗ്യ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മനോജ്. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബിജു ബജി ഒക്കെ അടുത്താണ്. എന്തെങ്കിലും അറിയാമല്ലോ? പാട്ട് പാടും. അല്ല നാട്ടിൽ എവിടെയെന്ന് പറഞ്ഞ? പാലയില്. അവിടെ നിന്ന് പാലയില് എത്ര വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്? 23 വർഷമായി. തിരിച്ച് നാട്ടിൽ പോയിട്ടില്ലേ? ആ ഇവിടെ പോയിട്ട്. 3 മക്കളാണുള്ളത്. 2 പേര് യൂണിവേഴ്സിറ്റി, ഒരാൾ A-level പഠിക്കും. ചോദിക്കാനുണ്ടോ? വീട് നാട്ടിലെ ഏറ്റുമാനൂരാണ്. പാട്ടും ഡാൻസും കളിക്കില്ല. ഹസ്ബൻഡ് ഹോബി എന്താ? 3 പിള്ളേരുണ്ട്. ഒരാൾ അവിടെ വരുന്നുണ്ട്. എൻ്റെ പേര് അനിൽ. ഇത് മൂത്ത മോള്, പിന്നെ 2 ഇളയ പിള്ളേർ. ഇവള് ഇയർ 11. ഈ വെള്ളമേള എനിക്ക് വെള്ളത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ മൈക്കും സിസ്റ്റം എല്ലാം എൻ്റെയാണ്. പരിപാടി മാർക്കറ്റ് ചെയ്യാലോ. ഞാൻ ഇവിടെ IPOയിൽ വർക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട്. പാട്ട് പാടും. ഒരു പാട്ടേ അറിയുള്ളൂ. എൻ്റെ പേര് നാൻസി. ഞങ്ങൾ ഡഫറിൽ നാടൻ പാർക്കിൽ താമസിക്കുന്നു. നാട്ടിൽ കൊല്ലം ജില്ലയിൽ നാച്ചുറൽ സ്ഥലം കൊട്ടാരക്കര. എൻ്റെ സ്ഥലമായത് കണ്ണൻ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്ത ആൾ ലക്ഷദ്വീപിൽ ജോലി ചെയ്യുന്നു. 2ാമത്തെ ആൾ LLC ജസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. 3ാമത്തത് ഈ റേറ്റിൽ അത് അവിടെ ഇരിക്കുന്നു. വളരെ സന്തോഷം. ഡഫൻ കമ്മ്യൂണിറ്റിയുടെ ആക്ടിവിറ്റീസ് കുറച്ച് നാളായിട്ട് ഇത്തിരി സ്ലോ ആയിട്ട് നിൽക്കുമായിരുന്നു. അതുപോലെ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുത്ത് ഇത് നല്ല ശക്തിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെടുന്നു. താങ്ക് യു. അല്ല ആ ഒരു ഇത് തന്നെ
ജോഷി തോമസ്. ഞാൻ ഡഫറിലാണ് താമസിക്കുന്നത്. ഒരു ഭാര്യയുള്ളൂ, 2 പിള്ളേര്. ഭാര്യ വന്നില്ല. പെണ്ണെല്ലാം കൂടി ഹോളിഡേ പോയേക്കാം. അപ്പം പറഞ്ഞ് എൻ്റെ കൂടെ ജീവിച്ച് മടുത്തു, കുറച്ച് ജസ്റ്റ് ചേഞ്ച് വേണ്ടെന്ന് പറഞ്ഞ് പോയേക്കാം. എനിവേ പേഴ്സണലി എൻ്റെ പേഴ്സണലി നമ്മളെല്ലാവരും ഒട്ടുമുക്കാലും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞു വന്നപ്പോൾ കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഈ ഡഫറിൽ കൂട്ടാൻ വളരെ കുറേ കാലമായിട്ട് വളരെ എന്താ പറയുക, മറ്റെല്ലാ ഏരിയയിൽ വെച്ച് നമ്മുടെ ഏറ്റവും എന്താ പറയുക ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു കൂട്ടായ്മയാണ് നമ്മുടെ. ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ വയ്യ, പോളി ഒരാളുടെ കഷ്ടപ്പാടും ആത്മാർത്ഥമായി പറയാതിരിക്കാൻ വയ്യ. കാരണം 2007 തുടങ്ങിയ കാലം മുതൽ ഈ പ്രാവശ്യം പോളി ഇന്ത്യ കോർഡിനേറ്റർ ആയപ്പോൾ ഒരു സത്യം ഓപ്പൺ ആൻഡ് ഓണസ്റ്റ്ലി പറഞ്ഞാൽ ആളുകളെ വിളിച്ച് നാഗി ചെയ്ത് ആണെങ്കിലും ഇത് ഇത്രയും ഭംഗിയാണ് കൊണ്ടുവന്നത്. അതുപോലെ ജോസ്ന എന്താ പറയാ, നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഈ സത്യം പറഞ്ഞാൽ ഓണസ്റ്റ്ലി പറഞ്ഞാൽ പരിചയം പോലും ഇല്ലാത്ത ഒരാള് നമ്മുടെ ഇന്ത്യ കോർഡിനേറ്റർ പുതിയ ഒരാൾ വരികയെന്ന് പറഞ്ഞാൽ ജോസിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രത്യേക ഗൈഡ് കൊടുക്കാം. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരുടെ കൊണ്ടുപോയി മാത്രമല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ രണ്ടുപേരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഇത്ര ശക്തിയായി പോയത്. ഇത് ഈ NKCക്ക് പ്രത്യേകത, ഒരു വർഷം 2 പരിപാടി നമ്മളിങ്ങനെ നടത്തിയാൽ നമ്മൾ കൊടുത്ത 10% നമുക്ക് കാശ് തിരിച്ചു കിട്ടും. അതെന്തായാലും നമുക്ക് ഇപ്രാവശ്യം തിരിച്ചു കഴിയണം. 2 കൂടെ നടത്തിയല്ല, 2 കൂടെ നടത്തിയാൽ കയ്യിൽ കാശ് കൊടുക്കണം. അത് NKCയുടെ സിംഗിളായിട്ട് ചേട്ടാ കല്യാണം ആലോചിക്കണുണ്ടോ? കല്യാണം കഴിച്ചാണോ? എന്നാലും കഴിവുകളുണ്ടോ? പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ? ഇല്ലല്ല, ഉണ്ടാവില്ല. സുജി എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഒരു 5-8 കൊല്ലമായിട്ട് അടത്തിരിക്കുകയാണ് ഇപ്പോഴൊന്നും കുറിച്ച് വെച്ചത്. അതിപ്പോൾ ട്രെയിനേഴ്സിന് വളരെ താങ്ക്സ്. പേര് പറഞ്ഞില്ല. സോബി, ഞാൻ ഡഫറിൽ താമസിക്കും. എന്നിട്ട് 3 വർഷമായിരുന്നു. വൈഫ് ലിബി ബ്ലാക്ക് ഫുഡിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ ഉണ്ടാവും നാട്ടിലെ എറണാകുളം സ്ഥലം. എറണാകുളത്ത് എവിടെയാണ്? നമ്മ ആളാണേ, പാലാരിവട്ടം. താങ്ക് യു. എൻ്റെ പേര് സിബി ഷീന. കുട്ടികൾ വന്നിട്ടില്ല, 2 പേരാണ്, മെറീനും ജോർജും. അവർ വീട്ടിലുണ്ട്. ഞാൻ പാലായാണ് നാട്ടില്, 2 പേര് പാലക്കാരാണ്. ഇവിടെ വന്നിട്ട് ഡഫറിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞ വർഷമാണ്. അതിന് മുമ്പ് ഞാൻ ടൗൺ സെൻറ്ററിൽ താമസിക്കുകയായിരുന്നു. 2006 ഞങ്ങൾ UK വന്നതാണ്. ഞാൻ ഏജ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഷീന ഇവിടെ പാർക്കിലുള്ള ഡയാലിസിസ് യൂണിറ്റിൽ ഷാമോൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അറിയാം. പുതുതായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടു, പരിചയപ്പെടുന്നതായിരിക്കും. നല്ലൊരു ഈവനിങ് ആശംസിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഒന്നാം കുന്നിന്മേലൊരു തീ കണ്ണാലെ റാണേ, 2ാം കുന്നും മേലൊരുത്തൻ കൊണ്ടേ നിപ്പാണേ. നടക്കണ നാടിൻ പൂരത്തിൻ നടുക്കിത് കാണാൻ പോയി. കഥ ഇത് നാടാകെ പാടുന്നോറാരോ ആരോ. തരതിരജം തരതിരജം നിജനിധേ ചെറു തത്മകളുടെ മുത്തണി മൊഴിയോ. ഇത് ഒത്തിരി നിറവിട്ടൊരു തുണയോ.
കുന്നിന്മേലൊരു തീക്കണ്ണാലേറാണേ, രണ്ടാം കുന്നും മേലൊരു തൻ കൊണ്ടേ നിപ്പാണേ. ചെപ്പിനുള്ളിൽ ഒന്നും കാലി വാങ്ങി പെണ്ണാൽ പണ്ടേ കാത്തിത്തുണ്ടെന്നേ. ചെക്കൻ ഇഷ്ടം ചൊന്നാൽ വെക്കം വേളിക്കായി നേരം മുൻപേ നോക്കിയിട്ടുണ്ടെന്നേ. കുഴല് മേളം ശിങ്കാരി താളം പുറവക്കാരും പോരുന്നുണ്ടേ. കരക്കാരെ പറഞ്ഞോട്ടെ, ഇവർ രണ്ടാളും ഇന്നോളം തമ്മിൽ തമ്മിൽ മിണ്ടിയിട്ടില്ല. തത്തരതിരജം തരതിര തത്തരതിരജം തരതിര തത്തരതിര തത്തരതിരജം ഗരിമഗ പമനവ ഗരിസ ചെറുതത്തകളുടെ മുത്തണി മൊഴിയോ, ഇത് ഒത്തിരി നിറമിട്ടൊരു നുണയോ. വേളിപ്പട്ട് നിറച്ചാന്തേ നെയ്യാറങ്ങൾ വേണം, മുല്ലപ്പന്തൽ അതിൽ മേളേ മാലത്തൊങ്ങൽ. നാടും കൂടി നാട്ടാരും കൂടി നോക്കി നോക്കി നിപ്പാടുന്നേ. കവിൽ പൊട്ടും തുടങ്ങുന്നേ, ഇവർ രണ്ടാളും ഇപ്പോഴും വെളിപ്പന്തൽ ഏറിയിട്ടില്ല. നിന്നെ കാത്തു നിന്നൻ കാൽക്കുഴന്നെ മോഹ പെൺമാനെ. നീ പോകാതെ പോകാതെ കൈവെടിയാതെ നൂറു മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ തീരം തിരയോടായി ഒരു പ്രേമ സല്ലാപം. കാറ്റും മുളം തണ്ടും ഒരു ഗാന സല്ലാപം. മുകിലാനെ മഴ പൊഴിയണ പകലേ. കാട്ടു ചെമ്പകം പൂത്തോട്ടെ, നാട്ടു തത്തമ്മ കേട്ടോട്ടെ.
കൊടി പറന്നേ തെരയിഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ടേ സട്ടക്ക് 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 കുഴല് തന്തനന്തനം പാടി വാ പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട്ട കേറി വാ അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയെ പോവുമേ ഹര ഹരോ ഹര വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ തകില് പൊകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട കേറി വാ കരിമേഘക്കെട്ടഴിഞ്ഞൊരാകാശക്കാവിലിന്ന് കനൽ മിന്നൽ കാൽച്ചിലമ്പ് ചിതറും താളം അകിലരിയും പുക ചിന്തും മണിമുറ്റത്തമ്മാനം കളിയാടും കാവടിതൻ കുംഭമേളം തൈപ്പൂയം വന്നില്ലേ വാദ്യാരേ വരൂ ജിനക്ക് ജിനക്ക് അമ്മാടിയേ എടുപ്പൂ കാവടി ചൊല്ലു മച്ചാ മച്ചാ ഹര ഹരോ ഹര വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ തക്കില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പട കേറി വാ കുലവാഴക്കൂമ്പിനൊത്ത കുളിരേറും നെയ്യുലച്ചു മൊളി കണ്ണാലം പെയ്തും നീക്കണ പെണ്ണെ നിന്നോമൽ കയ്യുകളം നാൽപ്പാമരവള്ളികളിൽ വിളയാടാൻ നിന്നരികിൽ ഞാൻ പോരില്ല തൈപ്പൂയം വന്നില്ലേ വാദ്യാരേ വരൂ ജിനക്ക് ജിനക്ക് അമ്മാടിയേ എവിടെ പൂക്കാവടി ചെല്ലും മച്ചാ മച്ചാ ഹര ഹരോ ഹര വാവാ വേലവനേ വള്ളി നായകനേ വാവാ വേലവനേ വള്ളി നായകനേ അകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പട കേറി വാ അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം ഹര ഹരോ ഹര ചുന്ദരിയേ മുത്താമുന്തിരിയേ സട്ടക്ക് വാവാ ചുന്ദരിയേ
ചേർന്ന വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ഏരിയയിൽ അംഗമായി പ്രവർത്തിച്ചു വരുന്നു. നാട്ടില് കൊട്ടാരക്കരയാണ് സ്വദേശം. എന്തെങ്കിലും കഴിവുകളുണ്ടോ? ആ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, മിമിക്രി? ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന സൗണ്ടില്ല, അടുപ്പിച്ചോ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും പറയണ്ട. നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡഫൻ കൂട്ടായ്മ ഗ്യാതറിങ്ങിൻ്റെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞങ്ങളെ വിളിച്ച ഡഫറുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുകയാണ്. 2026 കമ്മിറ്റിയുടെ പേരുള്ള എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഡഫൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഒത്തിരിയേറെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട്. മുൻകാലങ്ങളിൽ NKCനെ നയിച്ചിരുന്ന ലീഡേഴ്സ് ആയിട്ടുള്ള ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ ഡഫൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള സായാഹ്നം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു 1-2 കാര്യങ്ങളൊന്നും പറഞ്ഞു പോവുകയാണ്. എല്ലാവരുടെ സഹകരണം നമ്മുടെ ഇനി നമുക്ക് ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനി വരുന്ന നാളുകളിൽ ഒത്തിരിയേറെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ ഈ അടുത്ത് തൊട്ടടുത്താണ് നമ്മൾ സ്പോർട്സ് ഡേ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണപരിപാടികൾ വരുന്നുണ്ട്. അപ്പം ഒരിക്കലും ഒരു കമ്മിറ്റിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളെപ്പോലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ സാന്നിധ്യവും സഹകരണവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഏതൊരു പരിപാടി മനോഹരമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാനെന്നെ പറയാൻ ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങളെ വിളിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ കമ്മിറ്റി പ്രത്യേകം പ്രതീക്ഷിക്കുന്നു. വളരെ നല്ലൊരു ഏരിയയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിൽ ഒത്തിരി അഭിമാനം തോന്നുന്നു. ഇതുപോലെ നമ്മുടെ NKCയുടെ എല്ലാ പരിപാടികൾക്കും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചില പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു തോന്നുന്നു. നമ്മുടെ സഭയിൽ ഇനി വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു സഹായം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാഗമാണ്. എന്നാലും ഒരു വന്നതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു പറയുകയാണ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഡഫറിലൊക്കെ നമ്മൾ മെസ്സേജുകളൊക്കെ വരുമ്പോൾ പല പ്രാവശ്യം പല കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അതിൽ അത്ര റെസ്പോൺസ് ഒന്നുമില്ല. നമ്മൾ ഇച്ചിരി കൂടെ ആക്റ്റീവായിട്ട് എല്ലാവരെയും നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വേറെ ലെവലിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. എത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് ബാക്കി ഉള്ള പ്രോഗ്രാം ആഘോഷിക്കാം.